ഫാത്തിമയാണ് എനിക്കൊപ്പം ഉള്ളത്. അറബിക് ഗദ്യ പാരായണത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. നമസ്കാരം. ഏത് സ്കൂളിലാണ് മോള് വരുന്നത്? സ്കൂൾ. അതെ. അപ്പോൾ ഗദ്യ പാരായണം കഴിഞ്ഞു, ഫസ്റ്റ് എ ഗ്രേഡ് നേടി. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലേ? പക്ഷേ ഈ ഗദ്യപാരായണം എന്ന് പറയുമ്പോൾ അറബിക്കിലൊരു ഒരു ഒരു കൃത്യമായ ഒരു പഠനം ആവശ്യം ഉണ്ടാവില്ലേ? കുറേ നാളായിട്ട് അപ്പോൾ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ട്. ഏത് പ്രായം മുതൽ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? LKG മുതൽ. അറബി ഇഷ്ടമുള്ള വിഷയമാണോ? ആണോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതാ പഠിക്കാൻ? അറബി തന്നെയാണ്. ആഹാ. അപ്പോൾ അറബിയിൽ ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കില്ലേ? അപ്പോൾ നമ്മൾ ഈ മലയാളമായിട്ട് ഭയങ്കര വ്യത്യാസമുള്ളൊരു വേറൊരു ലിപിയല്ലേ അല്ലേ? അപ്പോൾ അത് എഴുതി പഠിക്കാനൊക്കെ ഈ ഭാഗത്ത് ഈ ഭാഗത്തേക്കും ഈ ഭാഗത്ത് അങ്ങനെ വ്യത്യാസവും ഇല്ലേ മലയാളമാകുമ്പോൾ? അപ്പോൾ ആദ്യ ഘട്ടത്തിലൊക്കെ ഇത് കൺഫ്യൂഷൻ വരുമായിരുന്നോ? പിന്നീട് പഠിച്ചു വന്നപ്പോൾ അറബി കൂടുതൽ ഇഷ്ടമായി മലയാളത്തിനേക്കാൾ. ഇപ്പോൾ ഈ ഇവിടെ ഏതായിരുന്നു ഗദ്യ പാരായണം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പരിപാടികളൊക്കെ? ഒരു പാരഗ്രാഫ് തരും, തെറ്റില്ലാതെ ഭാവത്തോടെ വായിക്കണം. ആ ഭാവം ഉൾക്കൊണ്ട് നമ്മളിത് വായിക്കണം അല്ലേ? എത്ര കുട്ടികളുണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? 15 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ 15 കുട്ടികളിൽ നിന്ന് ഒന്നാമതായി. അപ്പോൾ UP വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഏറ്റവും വലിയ, ഇനി നമുക്ക് സംസ്ഥാനത്തോട്ട് പോകണ്ട, ഇവിടെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് എ ഗ്രേഡ് നേടി വലിയ സന്തോഷമായി. എല്ലാവരും എന്ത് പറഞ്ഞു? വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? സന്തോഷം. അപ്പോൾ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ ഈ ഒരു സന്തോഷം പങ്കിട്ടപ്പോൾ നമുക്കും അത് വലിയ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇനിയും മുന്നോട്ട് നല്ല ഉയർച്ച ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.